മൂന്നാർ പെട്ടിമുടി ഉരുൾപൊട്ടൽ ദുരന്തം അതിജീവിച്ചവർക്ക് വർഷം 4 കഴിഞ്ഞിട്ടും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞിട്ടില്ല. 8 കുടുംബങ്ങൾക്ക് സർക്കാർ ഒരുക്കിയ വീടുകൾ 30 കിലോമീറ്റർ അകലെയായതുകൊണ്ട് പലരും ലയങ്ങളിൽ തന്നെ ഇപ്പോഴും ജീവിക്കുന്നു. ആനമുടിയുടെ ഭാഗമായ 2-ാം നമ്പർ മലയിൽ നിന്ന് പൊട്ടിയ ഉരുൾ കീറിമുറിച്ചത് പെട്ടിമുടിയിലെ ജനങ്ങളുടെ മനസ്സുകൂടിയായിരുന്നു. ഇത് കറുപ്പായി ഉരുളെടുത്ത പെട്ടിമുടിയിൽ അവശേഷിച്ച ചുരുക്കം ചില ജീവനുകളിലൊന്ന്. കാലം മായ്ച്ചു കളയാത്ത കണ്ണീരിന്റെ ബാക്കി. 4 വർഷമായി യാന്ത്രികമായി ജീവിതം തള്ളി നീക്കുന്നു. ஒரு பயங்கர சவுண்டு. அப்போ என்னன்னு திரும்புங்குழிய வீடெல்லாம் அடித்து வந்து இவ்வளவுக்கு தண்ணி வந்தது. என்ன அந்த செப்டி டேங்க் மேலே நின்றுக்கிட்டு இருந்தேன். அப்போ அந்த டேங்கு தான் இறங்குதுன்ட்டு என் மக பக்கத்து வீட்டில் இருந்துச்சு. சோனம்மா என்னை காப்பாற்று, சரசு என்னை காப்பாற்றுன்னு என் தங்கச்சியை சத்தம் போட்டு. அப்போ கல் மண் தேயிலை செடி எல்லாமே வந்தது. മാസം മാത്രം പ്രായമുണ്ടായിരുന്ന യമുനേശ്വരൻ മുതൽ 63-കാരി ചന്ദ്ര വരെ മരിച്ചു. ദിനേശ് കുമാർ, കസ്തൂരി, മകൾ പ്രിയദർശിനി, കാർത്തിക എന്നീ 4 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് കേരള സർക്കാർ 5 ലക്ഷവും തമിഴ്നാട് സ്വദേശികളുടെ ബന്ധുക്കൾക്ക് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച 3 ലക്ഷം രൂപയും കാലതാമസമില്ലാതെ കിട്ടി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ ഇനിയും കിട്ടിയിട്ടില്ല. அந்த இது வராது சார். இருந்த ஸ்தலத்தை விட்டு பிறந்த மண் அதை விட்டு அதுக்கு போய் அந்த வாழ்க்கை திரும்பி வராது. நம்ம உயிரோட இருந்தும் இல்லாத மாதிரி பார்வைக்கு கண்ணீர் கூட இல்லை. പെട്ടിമുടി ദുരന്തത്തെ അതിജീവിച്ചവരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി 8 കുടുംബങ്ങൾക്ക് സർക്കാർ വീട് നിർമ്മിച്ചു നൽകി. തേയിലത്തോട്ടത്തിലെ പണിയല്ലാതെ മറ്റു വരുമാന മാർഗമില്ലാത്തതിനാൽ പുതിയ വീട്ടിൽ പലരും സ്ഥിരതാമസമാക്കിയിട്ടില്ല. എസ്റ്റേറ്റിൽ ജോലിയില്ലാതാകുന്നതോടെ ലയത്തിൽ നിന്ന് ഇവർ മാറിക്കൊടുക്കേണ്ടി വരും. ഇന്ന് ഈ പെട്ടിമുടിയിൽ ശാന്തമായി ഈ തെളിനീരരുവി ഒഴുകുകയാണ്. പക്ഷേ ഈ നാട്ടുകാരുടെ മനസ്സ് ഇന്നും അശാന്തമായി തന്നെ തുടരുന്നു. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.